ഉദ്ദേശിക്കുന്നത്, ഞാൻ പലതവണ പല ക്ലാസ്സുകളും എടുത്തിട്ടുള്ളതാണ്, എങ്കിലും നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും കുറച്ച് പേരൊക്കെ ചിലപ്പോൾ പോകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് പഠിക്കാൻ അല്ലെങ്കിലും പോലും ഒരു 50% പുറത്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് പോകും, ചിലർ കല്യാണം കഴിഞ്ഞു പോകും, ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും നമ്മൾ നേരത്തെ കുട്ടികൾ പോയിരുന്നു. സംസാരിക്കല്ലേ? ഇന്നലെ ഞാനൊരു ബ്ലോഗിൻ്റെ കണ്ടിരുന്നു, ഒരാളുടെ കണ്ടിപ്പോൾ 55ഓളം രാജ്യങ്ങളിലോട്ടാണ് ഇന്ത്യ മലയാളികൾ പോകുന്നതെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുതിയ പല അപൂർവമായി കേൾക്കാത്ത രാജ്യങ്ങൾ, ലാറ്റീവ് അവരെയൊക്കെ പോകുന്നുണ്ട്. ലാറ്റീവിയ അങ്ങനെയാണ് ഒരു യൂറോപ്പിലൊരു രാജ്യം, അവിടെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയ രാജ്യം, അങ്ങനെയുള്ള രാജ്യങ്ങൾ വരെ പണ്ട് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡൊക്കെ ആയിരുന്നു, UK ഒക്കെ അവിടെയൊക്കെ ചെന്ന് ഒരുമാതിരി നിരവായ ഇതുകൊണ്ടാണെന്ന് അറിയില്ല, പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട്, ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് പോലും നമ്മുടെ പിള്ളേർ പോകുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ഇവിടെ പോകുമ്പോഴും ഒരു വലിയൊരു കാര്യമുള്ളതും നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ കുറേയധികം പണം ചെലവഴിക്കാൻ വിദേശത്ത് പോകാൻ പറ്റുള്ളൂ, ഇതല്ലേ? അപ്പം അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് തിരിച്ചുണ്ടോ എന്ന് ശരിക്ക് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം പലരും ഇപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങളുടെ പല പ്രീവിയസ് സ്റ്റുഡൻസ് ഇപ്പോൾ UK പോയി, ഒരുത്തനെ എനിക്കറിയാം, അവൻ UK പോയി 10-30 ലക്ഷം രൂപ മുടക്കിയിട്ട് പിന്നെ അത് കാനഡയിലോട്ട് പോകേണ്ടി വന്നു. കാരണം അവിടെ സക്സസ്ഫുൾ പറ്റിയില്ല, അപ്പം ആ മുടക്കിയ കാശ് പോയില്ലേ. അപ്പം അത് ഒരു വിദേശത്ത് പോകുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തിയിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാത്രമല്ല, ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂറോപ്യൻസിനൊരു ഒരു പ്രത്യേക ലോ ഉണ്ട്. അതായത് അവിടെ ഒരു ജോലിക്ക് വന്നു കഴിയുമ്പോൾ അവരാദ്യം പ്രിഫറൻസ് യൂറോപ്യൻ യൂണിയനിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഒരു ജോലിക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരാൾ ഇല്ലെന്ന് കണ്ടാൽ മാത്രമേ മറ്റ് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവർക്ക് അത് കിട്ടുള്ളൂ. അപ്പം അത് പലപ്പോഴും യൂറോപ്പിൽ ഒരു ജോലി സാധ്യതയെ വളരെയധികം നിങ്ങളെ എഫക്റ്റ് ചെയ്യും. അതാണ് യൂറോപ്പിൻ്റെ ഒരു വലിയ, ഇപ്പം എവിടെ പോയാലും, UK ആണെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ ഏത് കൺട്രിയിൽ പോയാലും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ജോലി കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. പിന്നെ പലർക്കും അവിടെ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് കുറച്ചും കൂടി ടൈപ്പ് ഉണ്ടാവും, കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ആളുകളെല്ലാം ഈ വിദേശത്തോട്ട് കെട്ടിയെടുത്ത് പോകുന്നതിനൊരു പ്രധാനമായ കാരണം, ഒന്ന് കേരളത്തിൽ ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, കേരളത്തിൽ സാലറി കുറയുന്ന ഒരു സാഹചര്യം, പിന്നെ ചിലരെങ്കിലും സംബന്ധിച്ച് വിദേശത്തൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്നെല്ലാം മാറുന്നിരിക്കുന്ന ആരുമില്ല നോക്കാനായിട്ട്, ഇഷ്ടം പോലെ ജീവിക്കാൻ, അങ്ങനെയുള്ള ഒരു അമിത സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് പലരും മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യം, നിങ്ങൾ എവിടെ പോയാലും ജീവിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് കേരളം തന്നെയായിരിക്കും സുഖം. പക്ഷെ കേരളത്തിൽ നല്ല ജോലിയും സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിൽ നാട് വിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാമ്പത്തികമായി മറ്റു മാർഗങ്ങളാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും പോലും നമ്മളെ ബഹുമാനിക്കില്ല. അതൊരു ദയനീയമായൊരു അവസ്ഥയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ തന്നെ കുറച്ച് വർഷം കുത്തിരി ഒന്നും ആയില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. മഹാശല്യം. വെറുതെ ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ തിന്നും കുടിച്ചൊക്കെ ഇരിക്കാന്ന് വെച്ചാൽ നാട്ടുകാരും കുറച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയും തോന്നും, നീ എന്തേലും കുട്ടി നിനക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തത്, ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞു കൊടുക്കാം. അതെ, ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നതിനും വളരെ രൂക്ഷമായിട്ട് തീവ്രമായിട്ട് ഇങ്ങനെയുള്ള വർഷങ്ങളിൽ ചോദിക്കും. അതെങ്ങനെയാ? ഇനി നിങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ വേറൊരു ഫേസ് അപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. കാരണം അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അവർക്ക് ടെൻഷനാ. നിങ്ങളൊന്ന് എസ്റ്റാബ്ലിഷ് ആയില്ലെങ്കിൽ അത് ആവുന്ന വരെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അത് നിങ്ങൾ ആ ലെവലെത്തുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, കേരളമാണ് ഒരു മലയാളിയെ സംബന്ധിച്ച് എപ്പോഴും ജീവിക്കാൻ നല്ല സ്ഥലം. പക്ഷെ എപ്പോൾ എവിടെയെങ്കിലും പോകാനും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല.
എപ്പോഴും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതിനാണെങ്കിൽ ഏറ്റവും നല്ല ഡിഗ്രി കഴിഞ്ഞ് പോകുന്നതിന്. കാരണം എപ്പോഴും ഒരു PG കോഴ്സുകൾ കിട്ടാനാണ് ഏറ്റവും എളുപ്പം. PG കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെയും PG തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിലും നല്ലത് നേരത്തെ കാലത്ത് ഒരു PG എടുത്ത് അവിടെ തന്നെ ഒരു PG പോയി എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് പോകാൻ സമയം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങൾ PG കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ നിങ്ങൾ അവിടെ പോയി ചെയ്യുമ്പോൾ PG തന്നെയായിരിക്കും. വെറുതെ 2 PG എടുത്ത് ജീവിതത്തിൻ്റെ 2 വർഷം വെറുതെ കളയാതെ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവിടെയുള്ള PGകളൊന്നും അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് പോകാനായിട്ടുള്ള സമയം ഇത് തന്നെയാണ്, അതിൻ്റെ അത് സംശയമൊന്നുമില്ല. പിന്നെ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു വലിയൊരു പ്രശ്നം പല കുട്ടികളും ഫേസ് ചെയ്യുന്നത് ഒത്തിരി പണം ചെലവഴിച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ വിദേശത്തുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവരും തമ്മിലൊന്ന് സംസാരിക്കും, ഒരു കമ്പനി ഉണ്ട്. അവിടെ അങ്ങനെയല്ല. അതാണ് പല ഇന്ത്യൻ സ്റ്റുഡൻസിനും ഉള്ളൊരു ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. ഇപ്പം നിങ്ങളിവിടെ കാണുന്ന ഇത്രയും ഇത് ഒന്ന് ഉടക്കിയെങ്കിലും പോലും കുഴപ്പമില്ല എന്നാ അവരതും മിണ്ടത്തില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ക്ലാസ്സിൽ പല രാജ്യത്തു നിന്ന് പിള്ളേരുണ്ടാവും. ഇന്ത്യൻസ് ഉണ്ടാവും, ചൈനക്കാരുണ്ടാവും, പാകിസ്ഥാനികളുണ്ടാവും, വിയറ്റ്നാം. ഓരോ രാജ്യക്കാരും അവരവരുടെ രാജ്യത്തിലുള്ളവരുമായിട്ട് മാത്രമേ കമ്പനി ഉണ്ടാവൂ. അതാണൊരു സംസാരിക്കല്ലേ, അതാണൊരു പ്രശ്നം. ഇപ്പൊ ചൈനക്കാർക്ക് നമ്മളോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് മര്യാദ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലല്ലോ, നമുക്ക് ചൈനീസും അറിയാൻ പാടില്ല. അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ ഫോർമലായിട്ട് ഹാപ്പിപ്പായിട്ട് പറയാനല്ലാതെ ഒരു പരിധി വിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ മോള് പുറത്താണ്, എനിക്കറിയാം. അവളുടെ മുറിയിൽ ആ ഒരു യൂണിറ്റ് ഉണ്ട്, 6 പേരുണ്ട്. 6 പേര് 6 രാജ്യക്കാരാ. 6 രാജ്യക്കാരാ. അപ്പൊ അവർ തമ്മിലൊരു മിംഗ്ലിങ് വരരുതെന്നുള്ള അവരുടെ ദുരുദ്ദേശം. കാരണം മിംഗ്ലിങ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴെല്ലാം കൂടി സംഘം ചേർന്ന് പ്രൊട്ടസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് 6 രാജ്യക്കാരായിരിക്കും. എൻ്റെ മോള് ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലോൺലിനെസ് ഉണ്ടാവും. അതിപ്പോ അങ്ങനെ ഒരു വിഷയം വിദേശത്തുണ്ട്. പ്രത്യേകിച്ച് അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനി ആവാം എന്നൊക്കെ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. മഹാഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് അതിൽ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ അതായത് ഒരു ഏകാന്തമായ ഒരു ജീവിതം തന്നെ ആയിരിക്കും. അത് ഒരു പ്രശ്നമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും മാറും. പിന്നെ ഇവിടെ കുറച്ചധികം രാജ്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതില് കാനഡ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു കാലഘട്ടത്തിൽ കാനഡ നല്ലതായിരുന്നു. എന്നുവെച്ചാൽ കുറെ പേർക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചു പോയിട്ട് ഒരു ബാച്ചിൽ നിന്ന് തന്നെ എനിക്കറിയുന്നത് 2016 ആ സമയത്ത് പഠിച്ച ബാച്ചിൽ ഒരു 5-8 പേര് പോയി. ആ സമയം പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി. അവരെല്ലാവരും കുഴപ്പമില്ലാതെ സെറ്റിൽഡും ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്നവർക്കൊന്നും ആ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കാനഡ ഇനി നിങ്ങൾ അധികം ചൂസ് ചെയ്യണ്ട. ഒന്ന്, കാനഡയ്ക്ക് വളരെയധികം ഒരുപാട് പ്രശ്നങ്ങളായി തുടങ്ങി. ജോലി കിട്ടില്ല. പിന്നെ വേറൊരു പ്രശ്നം, അമേരിക്കക്കാരുടെ കൂടുതൽ ജീവിക്കാൻ എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ കാനഡ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വീടെല്ലാം കിട്ടാൻ വളരെയധികം എക്സ്പെൻസീവ്. എല്ലാ സാധനത്തിനും ഭയങ്കര ഇരട്ടി വിലയാണ്. അമേരിക്കയിൽ ഒരു വീട് എടുക്കുന്നതിൻ്റെ ഇരട്ടി കാശ് കൊടുക്കണം ചിലപ്പോൾ കാനഡയിൽ ഒരു വീട് റെന്റിന് കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല, മിച്ചമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കിട്ടുന്നത് പോലും കൊണ്ട് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. പിന്നെയുള്ളത് USA. അത് അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ USA ഒന്നും പോകാൻ കാര്യമില്ല. കാരണം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പഠിച്ചു കഴിഞ്ഞ് നോർമലി 60 ദിവസം ഇതാണ് അവിടെ സ്റ്റേ ബാക്ക് തരുന്നത്. പിന്നെ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് 2 വർഷം വരെയൊക്കെ നിൽക്കുക. ട്രെയിനിങ് കിട്ടാതെ തന്നെ 60 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണം. അതാണ്. പിന്നെ ഉള്ളത് അവിടുത്തെ അവിടെ പെർമനന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ പല നൂലാമാലകളുണ്ട്. ഈ ഗ്രീൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഏതാണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ്. അതൊരു ഇതനുസരിച്ച് ഒരു 10 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 50,000 പേർക്ക് കൊടുക്കും. അത് ഈ ലോട്ടറി പോലെയാണെന്ന് പറയണം. കുറച്ച് പേർക്ക് ഭാഗ്യമുള്ള കുറച്ച് പേർക്ക് കിട്ടില്ല. അപ്പൊ അവിടെ നിൽക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് USA അത്ര നല്ല ഒരു രാജ്യമായിട്ട് ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ UK കുറെ പേര് ഇടിച്ചു പോകുന്നുണ്ട്. UK ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇന്ത്യക്കാരാണ്.
ഒത്തിരി ഇന്ത്യക്കാരുള്ളത് കൊണ്ട് യു കെയുടെ ഇപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് സംസാരിക്കല്ലേ, നിങ്ങൾക്ക് ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷാണ്. ഈ പറഞ്ഞ ഇപ്പം കാനഡ, ന്യൂസിലാൻഡ്, USA ഒക്കെ ഇംഗ്ലീഷ് കൺട്രീസ്, ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് പറഞ്ഞു കേൾക്കാം. നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴായിരിക്കും മനസ്സിലാവും നമ്മൾ ഇന്ത്യക്കാരാണ് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. ബാക്കി ആർക്കും ഇംഗ്ലീഷ് അത്രയും കൂടി അറിയാൻ പാടില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് UK ഇതിലൊക്കെ പോകുമ്പോൾ. പിന്നെ യു കെ എന്ന് പറഞ്ഞാൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവർ പണ്ട് മറ്റു രാജ്യങ്ങൾക്കാരെ കൊള്ളയടിച്ചൊക്കെ ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പം അത് പറ്റാത്ത കാരണം അവർ സാമ്പത്തികമായിട്ട് ഡൗൺ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യത കുറച്ച് കൂടുതലുള്ളത് ഈ ഓസ്ട്രേലിയ, ജർമ്മനി, ന്യൂസിലാൻഡ് ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ യൂറോപ്പിലെ തന്നെ കുറച്ച് ചെറിയ രാജ്യം, ഇപ്പോൾ ബൾഗേറിയ, ലാറ്റ്വിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ആളുകൾ. ചൈനയിൽ പോയി പഠിക്കുന്നതിന് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാശൊന്നും അവർ റേറ്റൊക്കെ കുറവാണ്. റേറ്റ് എല്ലാം കുറവാണ്. അതായത് ചൈനയുടെ ഒരു പ്രത്യേകത, ഒത്തിരി പിള്ളേർ പോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പഠിക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചൈന വളരെ ഡെവലപ്ഡുമാണ്. ഒത്തിരി കാശൊന്നും ആവില്ല. ഇന്ത്യയിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനും കുറവ് കാശ് കൊടുക്കുന്നു ചൈനയിൽ പോയി പഠിക്കാറില്ല. പിന്നെ അവർ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചൈനക്കാർ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമെന്ന് കാണിക്കുമെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ വന്ന് ചൈനീസ് ആയിരിക്കും സാറന്മാർ പറഞ്ഞത്. ആകെ നമ്മൾ ഇതായിപ്പോവും. ഞാനൊരു തവണ ചൈനയിൽ ചെന്നപ്പോഴേക്കും അവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു അവന് PG പഠിക്കണേ എന്തോ സ്കോളർഷിപ്പ് കിട്ടിയതാണ്. ഞാനും എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കണ്ടപ്പോൾ ഓടി പരാക്രമം പിടിച്ച് വന്നു. അവൻ അവിടെ വന്നിട്ട് കുറേ ദിവസമായി. അവന് മര്യാദയ്ക്ക് സംസാരിക്കാൻ ആരോടും പറ്റണില്ല. അതാണ് അവൻ്റെ വിഷമം. ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അവരുടെ വിഷമം. അപ്പൊ അതാണ് ഈ ചൈനയിൽ പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ ആദ്യം ചൈനീസ് പഠിച്ചോളണം. ചൈനീസ് പഠിക്കാതെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് കൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ബൾഗേറിയയിലും അവരുടെ ലാംഗ്വേജ് തന്നെ പഠിക്കാം. ഈ യൂറോപ്പിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ദേഷ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ പോയി ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അവർ വെറുക്കാനായിട്ട്. അപ്പൊ ജർമ്മൻസിന് ഇംഗ്ലീഷുകാർ ഭയങ്കര കലിയാണ്. ആ ദേഷ്യം നിങ്ങളോടും കണ്ടു. അപ്പൊ ജർമ്മനിയിൽ ചെന്നാൽ ജർമ്മൻ പറഞ്ഞോളൂ, ഫ്രാൻസിൽ ചെന്നാൽ ഫ്രഞ്ച് പറഞ്ഞോളൂ. അപ്പോൾ അതാണ് ഇവിടെയുള്ള രാജ്യങ്ങളിൽ. ഇപ്പൊ നമ്മൾക്ക് ജർമ്മനും ഫ്രഞ്ചും ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അഥവാ പഠിച്ചെടുത്താൽ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്ലുവൻസി ഒന്നും നമുക്ക് കിട്ടൂല. നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഒരു തപ്പലുണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവും. അതാണ് ഈ ജർമ്മനിയിൽ കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള പ്രയാസവും അത് തന്നെയാണ്. നല്ല രീതിയിൽ ജർമ്മൻ ഫ്ലുവൻസി ഇല്ലാതെ അത് ജോലി വേണമല്ലോ. അതാണ് ജോലി കിട്ടുന്ന സമയത്ത് ആണ് നമ്മൾ വിഷമിച്ചു പോകുന്നത്. പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇപ്പൊ കുറെ പേര് കയറി പോകുന്നുണ്ട്. അതിന്റെ ഒരു ഓസ്ട്രേലിയയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് പഠിക്കാനായിട്ട്. എങ്ങനെ പോയാലും ഓസ്ട്രേലിയയിൽ ഒരു PG അവിടെ PG ഉള്ളൂ, 2 വർഷത്തെ കോഴ്സുകളേ ഉള്ളൂ. ന്യൂസിലാൻഡാണ് പിന്നെ ഇത്രയും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്. ന്യൂസിലാൻഡിൽ എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും അടക്കാണ് ഒരു വർഷത്തെ ഫീസ്. അവിടെ ന്യൂസിലാൻഡിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 15 ലക്ഷം ഫീസ്, പിന്നെ ഒരു 10 ലക്ഷം ലിവിങ് എക്സ്പെൻസ്, 25 ലക്ഷം മുടക്കാൻ തയ്യാറാണെങ്കിൽ ന്യൂസിലാൻഡിൽ പോവാം. അത് നേരെ ഓസ്ട്രേലിയ ആണെങ്കിൽ മിക്കവാറും ഫീസിന്റെ റേറ്റ് ഏതാണ്ട് 20 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ 2 വർഷത്തെ കോഴ്സ് എടുത്ത് പോയാലേ ഓസ്ട്രേലിയയിൽ നടക്കുള്ളൂ. അപ്പോൾ 30 ലക്ഷം 40 ലക്ഷം ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയാലും 35 ലക്ഷം എന്തായാലും ഫീസായിട്ട് അടക്കേണ്ടി വരും. അതാണ് ഓസ്ട്രേലിയയുടെ കുഴപ്പം. പിന്നെ ജീവിത ചെലവ് വേറെ. ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ് പൊതുവെ, പക്ഷെ കൂടുതൽ വർഷം അവിടെ നിൽക്കാം. അതാണ് ഓസ്ട്രേലിയയുടെ. പോലെ നിങ്ങൾ ഇത്രയും 2 വർഷം പഠിച്ച ഏതാണ്ട് 3 വർഷം തൊട്ട് 5 വർഷം വരെ അവിടെ നിൽക്കാം. അത് ന്യൂസിലാൻഡ് ആണെങ്കിൽ ചില കോഴ്സിന് 1.5 വർഷം തൊട്ട് 3 വർഷം വരെ നിൽക്കാം. പക്ഷെ ന്യൂസിലാൻഡ് ചെറിയ രാജ്യമാണ്. അപ്പോൾ അവിടെ ജോലി സാധ്യത കുറച്ചും കൂടി കുറവാണ്. എന്ന് വെച്ചാൽ ന്യൂസിലാൻഡിന്റെ അന്ന് ഏതാണ്ട് 7 ലക്ഷം ന്യൂസിലാൻഡിലെ ആൾക്കാർ ഓസ്ട്രേലിയയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ
ഉണ്ട്. അതായത് സുവോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി കോഴ്സ് അവൈലബിൾ ആണ്. ചവർ കണക്കിന് കോഴ്സുകൾ അവൈലബിൾ ആണ്. അല്ല, ഏജൻസികൾ ഇഷ്ടംമാരുണ്ട്, നല്ല ഏജൻസികൾ ഇഷ്ടംമാരുണ്ട്. അവരെ സെലക്ട് ചെയ്തിട്ട് പോവുക. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. നല്ല ഏജൻസികൾ ഇഷ്ടംമാരുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഞാനൊരു ഏകദേശ രൂപം കാണിച്ചിട്ടുണ്ട് ഉണ്ടോ. ഈ നേരത്തെ ഈ കാനഡയിലേക്ക് ഈ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അയർലൻഡ് ഉണ്ട്. അയർലൻഡിന്റെ ഒരു ഗുണം അവിടെ ഇംഗ്ലീഷാ. എത്ര എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും അല്ല. പക്ഷേ അയർലൻഡിന്റെ ചില പർട്ടിക്കുലർ ഫീൽഡിലുള്ള കോഴ്സുകൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതൊന്ന് ഹെൽത്ത് സെക്ടറിലും കമ്പ്യൂട്ടർ സെക്ടറിലുള്ള കോഴ്സ് സ്ഥാനം എടുത്തെങ്കിൽ അയർലൻഡിൽ പച്ചപിടിച്ച് പോകാൻ പറ്റും. അത് മിക്കവാറും നിങ്ങൾ എന്ത് കോഴ്സ് എടുത്താലും വിദേശത്തോടാണ് പോകുന്നതെങ്കിൽ ഒന്നുകിൽ ഹെൽത്ത് സെക്ടർ എടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് സെക്ടർ എടുക്കുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ എടുക്കുക, അല്ലെങ്കിൽ എൻവയൺമെന്റൽ സെക്ടർ എടുക്കുക. ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ളത്. മിക്കവാറും ഈ സെക്ടറിലൊക്കെയാണ് ജോലി സാധ്യത കൂടുതലുള്ളത്. പിന്നെ ഇങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് പ്രോമിനന്റ്. ഇപ്പൊ ആളുകൾ ചെറിയ രാജ്യത്തോടും പോകുക. അതാണ് ലാറ്റിവേയിലോട്ടൊക്കെ വരെ പോകുന്നതിനുള്ള കാരണം. ഇപ്പൊ ഞാനിവിടെ ജപ്പാനിലോട്ടൊക്കെ പോവാ. പക്ഷെ ഈ ജപ്പാനിലൊക്കെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അതൊന്ന് ഒരു പ്രശ്നം. രണ്ടാമത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജപ്പാൻകാർ അധികം സംസാരിക്കുന്നത് അവർ കംപ്ലീറ്റ് ആംഗ്യ ഭാഷ. എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ തല മുമ്പിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ കണ്ടുകഴിഞ്ഞാൽ തന്നെ തലയും മുമ്പിട്ട് കാണിക്കും. അതൊരു പ്രശ്നമാണ്. കാരണം പലരും ജപ്പാനിൽ പോയവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരങ്ങനെ തുറന്നൊന്നും സംസാരിക്കുന്നൊന്നുമില്ല അധികം. അവരുമായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടാണ്. അത് ജപ്പാൻ്റെ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ്. അതാണ് ജപ്പാൻ്റെ ഒരു കുഴപ്പം. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് പോപ്പുലേഷൻ കുറയുന്നതുകൊണ്ട് അവരിപ്പോ ഇമിഗ്രേഷൻ ഫേവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗുണമുണ്ട്. അതുപോലെ ഈ സൗത്ത് കൊറിയയിലോട്ട് കുറച്ച് പേര് പോകുന്നുണ്ട്. പിന്നെ സൗത്ത് കൊറിയയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യക്കാരോട് ഇത്തിരി ദേഷ്യം. അതുണ്ട്. സൗത്ത് കൊറിയൻസിന് അതൊരു പ്രോബ്ലമാണ് സൗത്ത് കൊറിയയുടെ. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഈ തൈവാൻ നല്ല രാജ്യമാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി തൈവാൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒത്തിരി എക്സ്പെൻസ് ഒന്നും ആവില്ല. എനിക്കൊരു 5 ലക്ഷം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ 5 ലക്ഷം പോലും ആവില്ലായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഒരു വർഷം 2 ലക്ഷമൊക്കെ ആവുള്ളൂ ഇയർലി ഫീസ് എന്ന് പറയുന്നത് തൈവാനിൽ. അപ്പൊ തൈവാനിൽ അങ്ങനത്തെ നല്ല കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കല്ലേ, നല്ല കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ തൈവാനിൽ പോകാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ ഈ സ്റ്റഡി തൈവാൻ എന്നൊക്കെ പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊരു 5-6 ലക്ഷം രൂപ കൊണ്ട് അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് പുല്ലുപോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം അവരുടെ യൂണിവേഴ്സിറ്റികൾക്ക് നല്ലതാണ്. ഇന്ത്യക്കാരോട് സ്നേഹമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ഒരു രാജ്യമാണ്. നല്ല സ്ഥലമാണ്. അപ്പം ഇങ്ങനെ അതുപോലെ പിന്നെ മലേഷ്യ ഉണ്ട്. മലേഷ്യയുടെ കുഴപ്പം ചെലവ് കുറവാണ്. പക്ഷെ അവിടെ ജോലി കിട്ടാനായിട്ട് അവര് സമ്മതിക്കില്ല. അതാണ് മലേഷ്യയുടെ. അതായത് പഠിച്ചു കഴിഞ്ഞ് അവിടുന്ന് പോകുന്നുള്ള ജോലി തരില്ല അവര്. അതാണ് മലേഷ്യ. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ എന്തെങ്കിലും ഗുരുമാലകൾ ഉണ്ടാവും. പിന്നെ ഉള്ളത് അതായത് നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒത്തിരി കാശൊന്നും ഇല്ലെങ്കിലും ചെറിയ രാജ്യങ്ങൾ ഇതുപോലെ ഇപ്പോൾ മലേഷ്യ അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാശൊന്നും കയ്യിൽ നിന്ന് പോവില്ല. അത്യാവശ്യം നിങ്ങൾക്ക് വിദേശത്തുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് വേറെ പല രാജ്യങ്ങളിലോട്ട് നമുക്ക് അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇവിടെ ഇപ്പോൾ തൈവാൻ പഠിച്ചു ചിലപ്പോൾ ഒരു 3 ലക്ഷം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പല കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ. അതിന് ഒത്തിരി എക്സ്പെൻസ് ഒന്നും വരത്തില്ല. ഇന്ത്യയിൽ പഠിക്കുന്നതിൽ ചീപ്പായിട്ട് നിങ്ങൾക്ക് തൈവാനിൽ പോയി പഠിക്കാൻ പറ്റും. കുറേ കൂടി നല്ല ഫെസിലിറ്റീസും ഒക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ മലേഷ്യയൊക്കെ ഹൈലി ഡെവലപ്ഡാണ്. പക്ഷെ വളരെ എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ഫണ്ട് കൊണ്ട് നല്ല കോഴ്സുകൾ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടും. ആ എക്സ്പോഷറാണ് നിങ്ങളെ എത്തിക്കുന്നത്. പിന്നെ ഉണ്ടോ ഇവിടെ ചൈനയിൽ തന്നെയുള്ള ഇവിടെ ഞാൻ അപ്രോക്സിമേറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് പണ്ടം കൊണ്ടും തയ്യാറുണ്ടോ? ഇപ്പം ചൈനയിലെ യൂണിവേഴ്സിറ്റികളാണ് വളരെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളാണ്. ഒരു വർഷത്തേക്ക്
ഒരു വർഷം പഠിക്കുന്നതിനുള്ള കോസ്റ്റ് 3000 എന്നാണ്. 3000 എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടി നോക്കാം എത്രയാവുമെന്ന്. 3000 ഇൻറ്റു 84 കൂട്ടുക, അതുകൊണ്ട് 2.5 ലക്ഷം രൂപയാണ് ഒരു വർഷം പഠിക്കണേ. അപ്പോൾ കുറച്ചും കൂടി താഴെയുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അതിലും താഴെ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീസ് വരും. അപ്പോൾ അങ്ങനെ തായ്വാൻ ഈ ചൈനയിൽ തന്നെ വളരെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, കിട്ടാനും വളരെ എളുപ്പമാണ്. അവർക്ക് ഇന്ത്യക്കാരോട് പൊതുവെ നല്ല ഇഷ്ടമാണ്. ഈ ചൈനക്കാർക്ക് ഇന്ത്യക്കാർ വളരെ ഇഷ്ടമാണ്. നമ്മളെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല ഇഷ്ടം അവർക്ക്. അവർ ഈ ബോളിവുഡൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. അത് ഗവൺമെന്റ് തമ്മിൽ മാത്രമേ ഉള്ളൂ, പീപ്പിൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ അവരിപ്പോ അവിടുത്തെ രാജ്യക്കാരെ കുറ്റമൊന്നും പറഞ്ഞേക്കരുത്, കുറ്റമൊക്കെ പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇന്ത്യ കണ്ടെന്ന് വരില്ല. അതാണ്, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതല്ലാതെ ഹൈലി ഡെവലപ്ഡ് ആണ്, ആൾക്കാരെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. പിന്നെ എന്ന് വെച്ചാല് കുറച്ച് ഇന്ത്യൻസേ ഉള്ളൂ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഉള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞല്ലേ. അപ്പോ ഇത് ഞാനിത് പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോ പലരെ സംബന്ധിച്ചും വിദേശത്ത് പോകുമ്പോ ചിലരിൽ കാശില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മള് ഒരു നല്ല അതായത് ഈ ബാങ്കുകാരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ സംസാരിക്കല് വേൾഡിലെ ടോപ്പ് റാങ്കിങ്ങിൽ 500-ൽ താഴെ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാണെങ്കിൽ അവര് ബാങ്കുകാർ സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പൊ ടൈംസ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ QS എന്നാണെന്ന് തോന്നുന്നു, ടൈംസ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് കൊടുത്താലും മതി. കണ്ടോ, ടൈംസ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് കൊടുത്ത് കഴിയുമ്പോഴേക്കും അവരുടെ സൈറ്റിൽ വരും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ. അതിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് അതിൽ 500-ൽ താഴെ വരുന്നതാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്കൊക്കെ ബാങ്കുകാർ സപ്പോർട്ട് ചെയ്യും. ചില യൂണിവേഴ്സിറ്റികൾക്ക് മിക്കവാറും ഈ സ്റ്റഡി ലോണിൻ്റെ ഒരു വലിയൊരു നൂലാമാല എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക സ്റ്റഡി ലോണും കിട്ടാനായിട്ട് നിങ്ങൾ ആധാരം കൊടുക്കണം വീടിൻ്റെ. ഇത് കണ്ട് പലപ്പോഴും ചിലപ്പോൾ വീട്ടുകാർ സമ്മതിച്ചെന്ന് വരത്തില്ല. അതേസമയം ചെറിയ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വലിയ തലവേദനയും ഇപ്പോൾ ചൈനയിൽ പോയി 2 ലക്ഷം ചിലപ്പോൾ കൊണ്ട് ഒരു 5 ലക്ഷം കൊണ്ട് ചിലപ്പോൾ പഠിച്ചു വരാൻ പറ്റും, ചിലപ്പോൾ സ്കോളർഷിപ്പും കിട്ടുമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒത്തിരി കാശ് ചിലവില്ല, അത്യാവശ്യം വേൾഡ് എക്സ്പോഷർ കിട്ടും. ആ എക്സ്പോഷർ കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കയറിക്കും, ഉറപ്പാണ്. പലപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എക്സ്പോഷർ ഇല്ലാത്തതാണ് പ്രശ്നം. ഇതാണ് ഇതൊക്കെ ഉണ്ടാവും. അതായത് വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ QS റാങ്കിങ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇതും അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്കിങ് മതി. QS റാങ്കിങ് ഇത് യൂണിവേഴ്സിറ്റിയെ റാങ്ക് ചെയ്യുന്നൊരു ഏജൻസിയാണ്, വേൾഡ് വൈഡിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്യുന്ന ഉണ്ടാവും. അപ്പോൾ ആ റാങ്കിങ്ങിൽ ഈ 500-ൽ താഴെയുള്ള റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടും. അതായത് അവിടുത്തെ ഒരു MSc എടുത്താൽ ആ MScക്ക് ഇന്ത്യയിൽ ഇക്വലൻസി കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എപ്പോഴും പഠിക്കുമ്പോൾ ഒരു 500-ലും റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ വേണം പഠിക്കാനായിട്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില. ഇത് നമ്മുടെ ഒന്ന് ബഡ്ജറ്റ് നമുക്ക് എത്ര ഉണ്ടോ എന്ന് നോക്കണം, പിന്നെ നമുക്ക് പറ്റുന്ന സബ്ജക്റ്റ് ആണോ എന്ന് നോക്കണം, പിന്നെ അതിൻ്റെ ജോലി സാധ്യതകൾ നോക്കണം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യും. ഇപ്പം യൂട്യൂബിലൊക്കെ ചവറ് കണക്കിന് വീഡിയോസ് അവിടെ പോയി പിള്ളേർക്ക് ഇഷ്ടംമാരിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഇഷ്ടംമാരി വീഡിയോസ് എല്ലാ രാജ്യത്തെക്കുറിച്ച് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ടെങ്കിൽ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ക്ലൈമറ്റ്. കാനഡയുടെ ഒരു കുഴപ്പം അത് തന്നെയാണ്, ക്ലൈമറ്റ് വളരെ അൺഫേവറബിൾ ആണ്. നമുക്കറിയാലോ കാനഡയിൽ അത്രയും എക്സ്ട്രീമാണ്.
പലപ്പോഴും -30, -40 വരെയൊക്കെ വരും. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് ചൂട് വരുമ്പോൾ അതുപോലെ ചൂട് വരും. പിന്നെ ഒത്തിരിയധികം മേഖലകളിലുള്ള ഇതുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്യുവർ സയൻസ് എവിടെ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ MSc സുവോളജി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ MSc ബയോകെമിസ്ട്രി അതൊന്നും എടുക്കാതിരിക്കണം നല്ലത്. കാരണം അതിന് ജോലി കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എപ്പോഴും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു അപ്ലൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് ഈ അപ്ലൈഡ് സയൻസസ് പഠിക്കുന്നതാണ് നല്ലത്. പ്യുവർ സയൻസ് പഠിക്കാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. കാരണം അതിനാണ് ജോലി സാധ്യതയുള്ളത്. പിന്നെ വേറൊന്നുള്ള ഇപ്പോൾ ഏത് രാജ്യത്തോട്ടാണ് പോകുന്നതെങ്കിലും അവിടത്തേക്കുള്ള കരിയർ സൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ കരിയർ സൈറ്റിൽ കയറി നോക്കുക. അപ്പോൾ ആ കരിയർ സൈറ്റ് ഇൻ ഓസ്ട്രേലിയ, കരിയർ സൈറ്റ് ഇൻ ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞ ജോബ് പോർട്ടൽ ഇൻ ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ സൈറ്റ് കിട്ടും. ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടോ എന്ന്. ഇപ്പം അത്യാവശ്യം ലിസ്റ്റിംഗ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. അതല്ലാതെ എന്തെങ്കിലും ഒരു കുഴപ്പം, മിക്കവാറും പല കുട്ടികളും ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഏതെങ്കിലും ഏജൻസി പോകുന്നിട്ട് പറയും എനിക്ക് ഇതാണ് പാൻഡ കൊടുക്കുന്നുണ്ടോ? അത് അവിടെയുള്ളവർക്കായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. നമുക്ക് ചൈനീസ് അറിയാൻ പാടില്ല. അവര് പാൻഡേനെ കംപ്ലീറ്റ് ചൈനീസിലായിരിക്കും പഠിപ്പിച്ചേക്കണം. അതുകൊണ്ട് ഈ ചൈനയുടെ ഒരു കുഴപ്പം അതാണ്, അവിടെ ചൈനീസ് അറിയാതെ രക്ഷയില്ല. ചൈനീസ് അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഈസി ആയിട്ട്. കാരണം നിങ്ങൾ ഒരു ട്രെയിനിലൊക്കെ പോകണമെങ്കിൽ പോലും നമുക്ക് ആരോടും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിച്ചിട്ട് ഒരു കുന്തം അറിയും. ഇപ്പൊ പിന്നെ വേറൊരു കുഴപ്പം, എനിക്ക് തോന്നുന്നു ഗൂഗിളും ജിമെയിലും ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല, വാട്സാപ്പും വർക്ക് ചെയ്യില്ല, വാട്സാപ്പും ഇല്ല. കംപ്ലീറ്റ് അവരുടെ സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു തവണ പോയപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അന്ന് ജിമെയിൽ ഞാൻ ഗൂഗിൾ മാപ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ പോയത്. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് പോയ സമയത്ത് ഗൂഗിൾ, കാരണം അവിടെ ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവർക്ക് ഇംഗ്ലീഷ് വളരെ പരിമിതമായിട്ട് അറിയാൻ പാടുള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. പിന്നെ എന്തുമാത്രം മാർക്ക് വേണം. പിന്നെ എപ്പോഴും ഈ IELTS എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ യൂറോപ്യൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ 15 രൂപ അടുത്താവും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 15,000 അടുത്ത് വരും അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് പാസ്സായി 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ളൂ. അതാണ്. അപ്പോൾ അത് പുറത്തോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ തൈവാനൊന്നും പോകണമെങ്കിൽ IELTS ഒന്നും വേണ്ട, ചൈനയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ചില രാജ്യങ്ങളിൽ IELTS 5 ഒക്കെ എന്തെങ്കിലും കയറിപ്പോ. പക്ഷെ ഒരു 6 to 6.5 ആണ് മിക്കവാറും രാജ്യങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. ഓസ്ട്രേലിയക്കാണെങ്കിൽ 6.5 വേണം. ചില രാജ്യങ്ങൾ ചിലയിടത്ത് 6 മതി. അപ്പോൾ ഇതെല്ലാം IELTSന് പകരം എഴുതാവുന്ന കോഴ്സുകളാണ്. TOEFL, PTE, CAE അങ്ങനെയുള്ള കോഴ്സുകൾ. പിന്നെ ഇവിടെ MBAയുടെ ഒരു GMAT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. MBA ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയി MBA ചെയ്യണമെങ്കിൽ GMAT എഴുതണം. അതിൻ്റെ എഴുതാൻ തന്നെയുള്ള ഫീസ് ഇത്രയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കോഴ്സുകളുടെ ഉള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഹെൽത്ത് സെക്ടർ വളരെ എക്സ്പെൻസീവാണ്. കാരണം ഈ ഹെൽത്ത് നമുക്കൊരു ആവശ്യം വന്ന ഡോക്ടറെ കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ത്യൻ രീതിയും കേരളത്തിൻ്റെ രീതിയൊക്കെ എത്രയോ സുപ്പീരിയർ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി ഡോക്ടറെ കാണാം. ബോധം കെട്ട് വീണാൽ നേരെ അവിടെ ചെന്ന് കാണാം. എത്രയോ പേരും അവിടെ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അവിടെ ഒന്നെങ്കിൽ അത് എമർജൻസി ആണെങ്കിൽ ചിലപ്പോൾ എമർജൻസി തന്നെ അറ്റൻഡ് ചെയ്യണം 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് അവിടെ ഒരു കുഴപ്പം. നോർമലി ഒരു ഡോക്ടറെ കാണണമെങ്കിൽ, ഒരു ഫിസിഷ്യനെ കാണണമെങ്കിൽ 1 മാസമൊക്കെ മുമ്പ് അപ്പോയിൻമെന്റ് എടുക്കും. ചിലപ്പോൾ 2 മാസമൊക്കെ മുമ്പ് എടുക്കാം. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 6 മാസം 7 മാസം മുമ്പൊക്കെ അപ്പോയിൻമെന്റ് എടുത്താൽ അതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയാൽ നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല. ഇത് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലുള്ളൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവർക്ക് വന്ന് ആദ്യം ചെല്ലുന്നത് ഡെന്റലിൽ പോകും, പിന്നെ ഫിസിഷ്യനെ പോകും, പിന്നെ ഹെൽത്ത് ചെക്കപ്പ് നടത്തും.
ഈ സാധനം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഈ വിദേശത്ത് പോകുമ്പോൾ ഉള്ളത്. പിന്നെ ഉള്ളതൊരു സംഭവമാണ് PR. PR എന്ന വാക്കിനർത്ഥം പെർമനന്റ് റെസിഡൻസി എന്നാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള 2-3 രാജ്യങ്ങൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, UK. ബാക്കി രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയില്ല, മലേഷ്യയിൽ പഠിക്കാം, സിംഗപ്പൂർ വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ നിൽക്കാനാണ് പാട്. അത് പഠിച്ചിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ പല രാജ്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത്. PR കൂടെ, അതായത് നമ്മളൊരു സ്ഥലത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ അയർലൻഡിൽ പോയി പഠിച്ചു, 1.5 വർഷം കൊണ്ടാണ് അയർലൻഡ് സ്റ്റേ ബാക്ക് ഉള്ളത്, അല്ലെങ്കിൽ 2 വർഷം വരെ. ഈ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ളൂ. പിന്നെ നമുക്കത് അതാണ് ഒരു ഇങ്ങനെയുള്ള രാജ്യം. അപ്പൊ PR കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നോക്കണം. അപ്പൊ PR കിട്ടാനായിട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവിടുത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ നോക്കണം. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ എന്ത് ചെയ്താൽ അത് കഴിഞ്ഞ് വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതായത് വിദേശ പഠനം ശരിക്കും എപ്പോഴും എക്സ്പെൻസ് തന്നെയാണ്. അവര് ഇങ്ങനെ ഒരു കോഴ്സ് തരുന്നതും എന്താണ് അവരുടെ രാജ്യത്തെ മെച്ചപ്പെടുത്താൻ. കാരണം യങ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അവർ വരുമ്പോൾ കുറേ ഇൻകം കൊണ്ടുവരുന്നു, അതൊന്ന് കോഴ്സ് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നു. പിന്നെ അവർ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ ബിസിനസ്, പല റെന്റൽ ഇൻഡസ്ട്രി, ഇതൊക്കെ അവർ ഗ്രോ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ ഇത് ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്ത് വിസ വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, ചില സമയത്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുപോകാം. മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ഒട്ടുമിക്ക രാജ്യങ്ങൾ, ഇപ്പോൾ UK ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുപോകാം, ഇനി ന്യൂസിലാൻഡൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് പോകുന്നതിലും ബുദ്ധി 2 പേരും ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്യാം, ആ വർക്ക് ചെയ്യുന്ന കാശുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും പോകുന്ന ആൾക്ക് മിക്കവാറും പഠിക്കാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഈ ഓസ്ട്രേലിയ ആണെങ്കിലും അവരൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ആഴ്ചയിൽ ഇപ്പം എൻ്റെ മോൾക്ക് MSc പഠിക്കണം, ആഴ്ചയിൽ 2 ദിവസമാണ് യൂണിവേഴ്സിറ്റി ചെല്ലുന്നത്. ബാക്കിയുള്ള ദിവസം വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു 10, 500, 500, 600, അവിടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ്, ലെക്ചർ തിയേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 500 പേരൊക്കെ ഉണ്ടാകും, പല കോഴ്സുകൾക്ക് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു പീരീഡ് ഉണ്ടാകും. അപ്പോൾ അധ്യാപകരുമായിട്ട് വലിയ മിംഗ്ലിംഗ് ഒന്നും കിട്ടില്ല. അതൊന്ന് അധ്യാപകനെ കാണണമെങ്കിൽ ഇതുപോലെ അപ്പോയിൻമെന്റ് എടുത്താലേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വന്ന് കാണുന്ന പോലെ ഇവിടെ ഒന്ന് സാറെ ടീച്ചറെ മിസ്സേന്നും വിളിച്ച് കയറാനൊന്നും പറ്റത്തില്ല. അത് ഇന്ത്യയിൽ നിന്ന് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതായത് ഇവരൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെ പറയും, പല കാര്യങ്ങളും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറയും. പക്ഷെ ഒരു സൂപ്പറുമല്ല, അവരതൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ രീതികളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കേസിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ തന്നെ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പൊക്കി പറയുന്നില്ല. അവർ ഈ ഇല്ലാത്ത റാങ്കിങ്ങും മറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് അവരുടെ സംഭവം ഭയങ്കര സൂപ്പർ. അതായത് ഞാൻ ഈ ഓസ്ട്രേലിയയിലേക്ക് ചെന്നപ്പോൾ കണ്ടിട്ട് ഇന്റർനെറ്റ്, നമുക്കിപ്പോൾ ഒരു ഫോൺ എടുത്ത് മര്യാദക്ക് വാട്സാപ്പിൽ വിളിച്ചാൽ ആളെ മര്യാദക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്റർനെറ്റിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ആളെ കാണാൻ പറ്റില്ല. അതിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ഡാറ്റ കുറവാണ്, വളരെ വീക്കാണ് ഓസ്ട്രേലിയൻ ഇന്റർനെറ്റ്. അപ്പോൾ പല കാര്യങ്ങളും എല്ലാം വളരെ മോശമാണ്. അപ്പോൾ ടി വി എടുത്ത് തരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ BBC, CNN ഒക്കെ കാണാൻ പറ്റും, അവിടെ ഒന്നും പോയി അതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും ആർട്ടിഫിഷ്യലായിട്ട് ഒരു മേന്മ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഓസ്ട്രേലിയയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയുടെ PR ന്യൂസിലാൻഡിലും പോയി വർക്ക് ചെയ്യാം. അങ്ങനെ ചില അഡ്വാൻറ്റേജുകൾ ഓസ്ട്രേലിയയിലുണ്ട്. പിന്നെ ഓസ്ട്രേലിയയുടെ ഏറ്റവും കൂടുതലുള്ള ഉണ്ടോ PR കിട്ടാനുള്ള കുറെ അവിടെ പോയിന്റ് സിസ്റ്റമാണ്. കണ്ടോ, ഒരു മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. നിങ്ങളൊരു റൂറൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 5 പോയിന്റ്, അങ്ങനെ പോയിന്റ് സിസ്റ്റം. അതിൻ്റെ ഏജ് 32 ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഏജ് ഗ്രൂപ്പിനുള്ളിൽ നിങ്ങൾ ഇവിടെ കോഴ്സൊക്കെ കഴിയണം. നിങ്ങൾ 32 വയസ്സ് കഴിഞ്ഞാണ് ചെന്ന് കോഴ്സ് ചെയ്യുന്നതെങ്കിൽ PR കിട്ടാനുള്ള സാധ്യത പിന്നെയും കുറയും. മനസ്സിലായോ? അപ്പോൾ
അപ്പോൾ ഒരു ഐഡിയൽ എന്ന് പറയുന്ന ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുക, കൂടെയുള്ള ഭർത്താവായിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോകും. ഇവിടെ ഗതി പരഗതി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ജീവിക്കാൻ അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ മതി. പക്ഷെ എപ്പോഴും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലി സാധ്യതയിലുള്ള സാലറിയാണ്. ഇത് അത്യാവശ്യം മാന്യമായ സാലറി തരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് പൂത്തിനെ പോലെ പണിയെടുപ്പിക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ അത്രയും ടെൻഷൻ ഇല്ല, കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് വർക്ക്, കുറച്ചും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് പോവുകയാണെങ്കിൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടും. അവർക്ക് കൂടെ പോകുമ്പോൾ കൊച്ചിനെയും കൊണ്ടുപോകാം. പക്ഷെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഓസ്ട്രേലിയയിലൊക്കെ ചെന്നപ്പോൾ കണ്ടത് അവിടെ ഒത്തിരി അധികം ടാക്സി ഡ്രൈവർമാരുണ്ട്. ഈ ടാക്സി ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും അവിടെ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഭർത്താക്കന്മാരാണ്. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ നേഴ്സിന് കിട്ടുന്നതിൽ കൂടുതൽ സാലറി ഇവർക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പവലിന് ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ പറയാ, ബാക്കി ഒന്നും പഠിച്ചില്ലെങ്കിൽ അതായത് ഈ ടാക്സി ഡ്രൈവർമാർക്ക് ഒരു ഗുണം അവർ പറയുന്നത്, മിക്കവാറും ഊബറാണ് ഓടിക്കുന്നത്. അതിന് അവർ പറയുന്നത് അവരുടെ വേറെ ആരുടെ കീഴിലും വർക്ക് ചെയ്യണ്ടല്ലോ, അവനവന്റെ ബോസ് അവനവൻ തന്നെ എന്നുള്ള ഒരു ഇതാണ്. പിന്നെ അത്യാവശ്യം മാന്യമായിട്ട് സേവ് ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നൊരു 5000 to 5000 to 10,000 ഒരു മാസം എന്ത് വന്നാലും ടാക്സി ഡ്രൈവർമാർക്ക് കിട്ടും. ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്താൽ 5,000 ഒക്കെ കിട്ടും. അതാണ് അതേ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരാൾ വർക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് അത്യാവശ്യം വലിയ ബാധ്യതകളില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ജോലിയും ഇതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഓരോ സ്ഥലത്തും PR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോയിന്റ്, എത്ര പോയിന്റുകൾ, എല്ലായിടത്തും പോയിന്റുകളാണ്. ഇതിവിടെ നോക്കിക്കോളൂ, കണ്ടോ ഓരോ രാജ്യത്തും എന്തുമാത്രം ഉണ്ടോ. ജർമ്മനിയിലെ ഒരു ഗുണം, ജർമ്മനിയില് ഫീസില്ല. ജർമ്മനിയിൽ ഇപ്പോൾ പോകാനാണെങ്കിൽ വളരെ കുറച്ച് ഫീസേ ആവുള്ളൂ. ഒരു സെമസ്റ്റർ 500 യൂറോ ഒക്കെ ജർമ്മനിയിൽ ചിലവുള്ളൂ. പിന്നെ ഉള്ളത് ലിവിങ് എക്സ്പെൻസാണ്. അത് ഏത് യൂറോപ്യൻ കൺട്രിയിലാണെങ്കിലും 10 ലക്ഷം രൂപ വരും. അതാണ് അപ്പൊ ആളുകൾ ജർമ്മനിയിലോട്ട് കെട്ടിയെടുത്ത് പോകുന്നതിന് ഒരു കാരണം അതാണ്. ജർമ്മനിയിൽ ഫീസില്ല, മനസ്സിലായി? അപ്പൊ അതാണ്. പക്ഷെ ലിവിങ് എക്സ്പെൻസ് അത് ചില കോഴ്സിന് കിട്ടും. ഇപ്പൊ ചില നേഴ്സുമാർ പോകുന്നതാണ് കാണാം, അവർ 10 ലക്ഷം മുടക്കുള്ളൂ. അവർക്ക് അവിടെ പോകുമ്പോൾ സ്റ്റൈപ്പൻഡും കിട്ടും, എന്നിട്ട് അവിടെ തന്നെ ജോലിയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ ജർമ്മനിയിൽ പോകുമ്പോൾ എന്തോന്നാലും ഈ ലാംഗ്വേജ് മര്യാദ പഠിച്ചിട്ട് വേണം പോകാൻ. ലാംഗ്വേജ് ഇല്ലെങ്കിൽ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത അതുപോലെ കുറയുകയും ചെയ്യും. അതാണ് ജർമ്മനിയുടെ ഒരു കുഴപ്പം. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 100% പെർഫെക്റ്റ് ഇന്ന രാജ്യം എന്ന് പറയാൻ ഒരു രാജ്യമില്ല. എല്ലാ രാജ്യത്തിനും എന്തെങ്കിലുമൊക്കെ കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഏകദേശം നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് പോകാൻ പറ്റുന്ന, ഫസ്റ്റ് നമ്മളെല്ലാവരും നോക്കുന്നതാണല്ലോ ബഡ്ജറ്റ്, അതാണ്. അത് എത്ര വരുമെന്ന് നോക്കണ്ട. ബൾഗേറിയയിൽ ഒത്തിരി കാശാവില്ല. ബൾഗേറിയ, തൈവാൻ, സ്വീഡൻ ഉണ്ടോ, ചൈന, ഒത്തിരി കാശില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന പല രാജ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ബൾഗേറിയ, ലത്തീവിയിലോട്ട് കെട്ടിയെടുത്ത് പോകുന്നത്. അവിടെ 10 ലക്ഷം ചിലപ്പോൾ ആവില്ല, ചെറിയ ചെലവിൽ നിൽക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ മിടുക്ക് പോലെ ഇരിക്കും. ചിലർ ഒരു രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തോട്ട് ചാടും. അങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും ചിലർ. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മോനുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തുമാത്രം പഠിക്കാൻ പറ്റും. പിന്നെ ഇത് പലപ്പോഴും പലരുടെയും വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ പുറത്ത് പഠിച്ചിട്ട് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന്. അതെല്ലാവരുടെയും ഒരു വലിയൊരു ടെൻഷനാണ്. പുറത്തൊന്നും പഠിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ വളരെ കുറച്ച് പേരാണ് സെറ്റിൽ ചെയ്യുന്നത്. അതിനൊരു കാരണം, നിങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചു തുടങ്ങിയാൽ അവർ പറയും അവരിങ്ങോട്ടൊന്നും പിന്നെ വരില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ. അപ്പോൾ അവരെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചാലോട്ട് അവർ പഠിക്കത്തുമില്ല. അത്രയൂടെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ
നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഒരു സൈറ്റ് കൂടി പറഞ്ഞുതരാം. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഓരോ വിദേശ കോഴ്സുകളെ കുറിച്ച് ഈ സൈറ്റിലോട്ടൊന്ന് പോവുക. ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൈറ്റ്. ഈ ഒരു സൈറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഓരോ ഏതെല്ലാം രാജ്യത്തിൻ്റെ കോഴ്സുകൾ ഇവിടെ ഉണ്ട്, ഏത് രാജ്യത്ത് പോകണം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവും ഓരോ കോഴ്സുകളുടെയും ഫീസും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ബൾഗേറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇങ്ങോട്ട് ഫീസ് കുറവാണ്. എന്തുകൊണ്ടാണ് ആൾക്കാരെ അങ്ങോട്ട് കാണിച്ചിട്ടില്ല ബൾഗേറിയ. ഇപ്പോൾ ഉണ്ടോ ഓരോരോ രാജ്യങ്ങളിലും. ചൈന നമുക്ക് നോക്കാം. ചൈനയിൽ സുവോളജി എന്ന് പറഞ്ഞു കൊടുത്തോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റികൾ ആ കോഴ്സ് അതിന് സമാനമായ ഒന്നും കണ്ട നാഷണൽ യൂണിവേഴ്സിറ്റി മലേഷ്യ, ഇത് സൺബേ യൂണിവേഴ്സിറ്റി, അവിടുത്തെ കോഴ്സുകൾ അത് ഒത്തിരി കാശാവില്ല. എന്തുമാത്രം കാശാവും ഉണ്ടോ? 3,64,000 യൂണിവേഴ്സിറ്റി ഇയർ ഓണേഴ്സ്. ഓരോ കോഴ്സുകൾക്കും എടുത്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു വർഷത്തേക്ക് പഠിക്കാൻ എന്തുമാത്രം കാശാവും. അതാണ് എനിക്ക് ഈ ഒരു സൈറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഒത്തിരി വലിയ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ തരുന്നുണ്ട്. ഇതൊക്കെ ഒരു തീരുമാനം എടുക്കുക. അതല്ലെങ്കിൽ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഏതായാലും നമ്മൾ എങ്ങനെ വീണാലും 4 കാലിൽ വീഴണം. അതുള്ളവനെ എവിടെ പോയാലും രക്ഷപ്പെടാതെ. അതാണ് എനിക്ക് പറയാനുള്ളത്.